ഓം കാർപ്പണ്യദോഷോ ഭഗത സ്വഭാവകവൃക്ഷാമിത്താം ധർമ്മസ്മൂഢചേതക ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 17-ാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തില് 20-ാമത്തെ ശ്ലോകം തൊട്ട് ആണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ദാതവ്യം ഇതി യദ്ദാനം ദീയതേ അനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. ഇനി ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സും, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്സും, മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ്സും വ്യത്യാസത്തെ പറഞ്ഞു. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. അത് സാത്വിക തപസ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യണം, വാക്കുകൊണ്ടും ചെയ്യണം. അതിനെ സാത്വിക സ്വഭാവത്തെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ഇതിനു മുമ്പുള്ള ഭാഗത്തിൽ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഗൃഹസ്ഥാശ്രമികൾ, പ്രത്യേകിച്ച് മനുഷ്യജന്മം കിട്ടിയവരെല്ലാവരും ദാനകർമ്മം ചെയ്യണം. നമ്മളെ സൃഷ്ടിച്ചു വിടുമ്പോൾ തന്നെ ദാനകർമ്മം ചെയ്യാനുള്ള മനസ്ഥിതി നമുക്ക് ഉണ്ടാവില്ല, ത്യാഗ മനസ്ഥിതി ഉണ്ടാകില്ല എന്ന് ബ്രഹ്മപ്രജാപതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ത്യാഗ മനസ്ഥിതി നിരന്തരം ഉണ്ടാക്കാൻ ശ്രമിക്കണം ജീവിതകാലത്ത് എന്നാണ് പറയുന്നത്. നമുക്ക് ത്യജിക്കാനുള്ള മനസ്സില്ല, ഒക്കെ കിട്ടണം കിട്ടണം, താന്നേ ഉള്ളൂ, ദാതാന്നില്ല. ദാതാന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് ദാനം ചെയ്യുക. ദാനം ചെയ്യണമെങ്കിൽ ത്യാഗ മനസ്ഥിതി വേണമെന്നും അത് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകില്ല എന്ന് ബ്രഹ്മപ്രജാപതി മുൻകൂർ തന്നെ പ്രവചിച്ചിട്ടുണ്ട്. അത് നമുക്ക് ജീവിതത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. നമുക്ക് ആർക്കും ഒന്നും കൊടുക്കാൻ ഭയങ്കര മടിയാണ്. എന്നാൽ എത്ര കിട്ടിയാലും പോരാതാനും. അപ്പൊ അതുകൊണ്ട് ഇനി അഥവാ ആർക്കെങ്കിലും കൊടുക്കാനുള്ള മനസ്ഥിതി ഉണ്ടെങ്കിൽ തന്നെ തനിക്ക് ഇഷ്ടമുള്ളത് എടുത്തു വെച്ചിട്ടായിരിക്കും കൊടുക്കാം. ഇഷ്ടവസ്തു നമുക്ക് ഇഷ്ടമുള്ളത് ആരും കൊടുക്കില്ല. അപ്പൊ ദാനകർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എങ്ങനെ ചെയ്യണം എന്നാണ്. അതിലും സാത്വിക ദാനമുണ്ട്, രാജസ ദാനമുണ്ട്, താമസ ദാനമുണ്ട്. ഇത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യേണ്ടതായ ഒരു തപസ്സാണ്. വാക്ക് തന്നെ ദാനം കൊടുക്കരുത്. വാക്ക് തന്നെ ദാനം കൊടുത്താൽ ദശരഥന്റെ ഗതി വരും. നമ്മൾ വാക്ക് ദാനം കൊടുത്താൽ മനസ്സും ദാനം കൊടുക്കാൻ പാടില്ല, ശരീരവും ദാനം കൊടുക്കാൻ പാടില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ദാനമായിട്ട് അതിന്റെ പാത്രതയും ഇല്ലെങ്കിൽ ദേശവും കാലവും ഒന്നും നോക്കാതെ ചെയ്താൽ അതൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നതായിട്ട് നമുക്കറിയാം, അല്ലേ? ഇപ്പൊ ശരിക്കും ദശരഥനെ ബ്ലാക്ക് മെയിൽ ചെയ്യുക ചെയ്തേ സ്വന്തം ഭാര്യ തന്നെ. ഒരിക്കലും ഒരു വാക്ക് കൊടുത്തു, അത് വെച്ചിട്ട്, അല്ലേ? അതുകൊണ്ട് നമ്മൾ ദാനം കൊടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, കൊടുക്കാനുള്ള മനസ്ഥിതി നമുക്ക് ആദ്യം തന്നെ ഉണ്ടാവില്ല. അത് ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ത്യാഗമനസ്ഥിതി ഒക്കെ ഉണ്ടായി എന്തും എടുത്തു കൊടുക്കുന്ന ഒരു സ്വഭാവം, ഇഷ്ടവസ്തു ദാനം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തു വെച്ചിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കും കൊടുക്കുക, അല്ലേ? നമുക്ക് തന്നെ ഇഷ്ടമുള്ള വസ്തുക്കൾ എന്ത് തന്നെയാണെങ്കിലും അത് കൊടുക്കാൻ ഭയങ്കര മടിയാ. അത് വേണമെന്ന് പറഞ്ഞാലും കൊടുക്കാൻ മടിയായിരിക്കും. അപ്പം ഇഷ്ടവസ്തു ദാനം കൊടുക്കുന്നതിന്റെ പ്രതീകാത്മകമായിട്ടാണ് ഈ തുലാഭാരം എന്ന വഴിപാട് തന്നെ. ഞാൻ ഇതിനു മുമ്പ് ആ കഥ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ. എത്ര പ്രാവശ്യം പറഞ്ഞാലും നമുക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് മറന്നുപോകുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് അതിന്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ട് ദാനകർമ്മങ്ങളുടെ കാര്യം ഭഗവാൻ പറയുന്നുണ്ട്. സാത്വിക ദാനം എന്താണെന്നും രാജസ ദാനം എന്താണെന്നും താമസദാനം എന്താണെന്നുമാണ് ഇനി ഉള്ള 3 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പറയുന്നത്. അതാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ ദാനകർമ്മങ്ങൾ ചെയ്യേണ്ടത് മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ചും ഗൃഹസ്ഥാശ്രമികൾ ആ ആശ്രമധർമ്മം സമ്പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് താനൊഴിച്ച് മറ്റുള്ളവർക്ക് ദാനം കൊടുക്കണ കാര്യം ഞാൻ പഞ്ചമഹായജ്ഞങ്ങളിലും പറഞ്ഞു. ആ ദാനം കൊടുക്കുന്നത് ദാതവ്യം ഇതി യദ്ദാനം ദീയതേ അനുപകാരിണേ ദേശേ കാലേച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. അത് സാത്വിക ദാനം ചെയ്യണം. സാത്വിക ദാനം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതാണ് ശ്രദ്ധാത്രയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി പറയുന്നത് രണ്ടും നമ്മളെ കർമ്മബന്ധനത്തിൽപ്പെടുന്നതാണ്. അപ്പൊ രജോ ഗുണാത്മകമായ ദാനം ചെയ്താലും തമോ ഗുണാത്മകമായ സ്വഭാവം കൊണ്ട് ദാനം ചെയ്താലും അതൊക്കെ കർമ്മബന്ധനത്തിന് കാരണമാകും. സാത്വിക ദാനം ചെയ്താൽ മാത്രമേ ഈശ്വര സാക്ഷാത്കാരത്തിന് സാധിക്കൂ എന്ന് സാത്വികതയിലേക്ക് എത്തണം. അതാണ് പ്രധാന ഉദ്ദേശം. ശ്രദ്ധാത്രയം പറയുന്നതിന്റെ ഉദ്ദേശം, ഇതിന്റെ വകഭേദത്തെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം, വേരിയേഷൻ മനസ്സിലാക്കണം, വൈരുദ്ധ്യാത്മക മനസ്സിലാക്കണം.
എന്നിട്ട് സാത്വികതയിലേക്ക് നമ്മുടെ സ്വഭാവത്തെ ക്രിയേറ്റ് ചെയ്യണം, കൾച്ചർ ഡെവലപ്പ് ചെയ്ത് സാത്വിക സ്വഭാവമാക്കി മാറ്റണം. പരിണാമം സംഭവിച്ച് അത് ബ്രഹ്മചാരത്തിലേക്ക് എത്തേണ്ട, അതിനെയും കൂടെ ജയിക്കേണ്ട ഘട്ടം വരുമ്പോൾ തന്നെ സംഭവിച്ചു. അത് കാലത്തിന് വിട്ടേക്കുക, അത് നമ്മുടെ കയ്യിലല്ല. നമ്മൾ എപ്പോഴാണ് ഈ 3 ഗുണങ്ങളെയും ജയിക്കുന്നത് എന്ന് കാലമാണ് പറയാ. ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഇതിനെയൊക്കെ ജയിച്ചു പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ പോലും ഈ സാത്വിക ഭാവത്തിലേ എത്തിയിട്ടുള്ളൂ, ബ്രഹ്മചാര ഭാവത്തിലേക്ക് എത്തിയിട്ടില്ല എന്നെനിക്കുറപ്പുണ്ട്. ഞാൻ എന്തൊക്കെയോ പൂർവ്വജന്മാർജിതമായിട്ട് ചിലതൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഇത്രയും വിശദീകരിക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം സന്യാസധർമ്മത്തിലേക്ക് കടക്കണമെങ്കിൽ വരെ ബ്രഹ്മചാരി ആയിട്ട് വേണം സന്യാസധർമ്മം സ്വീകരിക്കാൻ, ഇല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇനി സന്യാസധർമ്മത്തിലേക്ക് കടന്നിട്ടാണ് സന്യാസം സ്വീകരിക്കുന്നതെങ്കിൽ നമ്മൾ ചെല്ലുന്ന സ്ഥലത്തെല്ലാം ഇല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ സകല പ്രശ്നങ്ങളും സോൾവ് ആയി കഴിയും. ഇല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെ നമുക്ക് ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ സാധിക്കും. കാരണം ബ്രഹ്മചാരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമായി ഭവിക്കുക, പിന്നെ അവിടെ പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ അനായാസന അവർക്ക് പരിഹരിക്കാനും സാധിക്കും. അതാണ് ബ്രഹ്മചാരത്തിന്റെ ശ്രേഷ്ഠത. അപ്പം ഈ 3 ആശ്രമങ്ങളിലൂടെ ബ്രഹ്മജ്ഞാനത്തിന് പക്വത നേടണം, അതിന് സാത്വിക സ്വഭാവം വളർത്തണം. പ്രത്യേകിച്ച് വാനപ്രസ്ഥ ഗൃഹസ്ഥാശ്രമത്തിൽ ദാനകർമ്മങ്ങൾ ചെയ്ത് പരിപക്വത ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ഈ വേരിയേഷൻസ് ഒക്കെ അനുസരിച്ചുകൊണ്ട് അതിന്റെ വ്യത്യാസങ്ങളെ അനുഭവിച്ചറിയണം. ഇനി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യേണ്ട തപസ്സൊക്കെ ചെയ്യുമ്പോൾ തന്നെ സാത്വികതയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ തമോ ഗുണാത്മകമായിട്ടും രജോ ഗുണാത്മകമായിട്ടും ഒക്കെ ചെയ്ത് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് സാത്വികതയെ അനുഭവിക്കുമ്പോഴാണ് അത് ശാശ്വതമായ സുഖത്തെയും ശാന്തിയും നമുക്ക് നൽകുക എന്ന് തിരിച്ചറിവുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഡയറക്റ്റ് സാത്വികതയിലേക്ക് പോകാൻ സാധ്യമല്ല ആർക്കും. ഈ 3 ഘട്ടം 3 പടികൾ കടക്കാതെ ആർക്കും സാത്വികതയുടെ സുഖം അനുഭവിക്കാൻ സാധ്യമല്ല. നേരിട്ട് ആർക്കും കിട്ടുന്ന പ്രശ്നമില്ല. അഥവാ നേരിട്ട് ഈ ജന്മത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ പൂർവ്വജന്മാർജിതമായിട്ട് 3 ഘട്ടങ്ങൾ ഇതിനു മുമ്പ് കടന്നിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ സാധിക്കില്ല. എനിക്കിപ്പം സാധിക്കുന്നുണ്ടെങ്കിൽ എന്റെ പൂർവ്വജന്മർജിതമായിട്ട് തമോ ഗുണത്തെയും രജോ ഗുണത്തെയും നിജപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിക്കാനും ആ സാത്വികതയിൽ നിൽക്കുന്ന ജ്ഞാനത്തെ വീണ്ടും എടുത്ത് ഉപയോഗിക്കാൻ സാധ്യത വിട്ടുപോയപ്പോഴാണ് അതൊക്കെ മായയിൽപ്പെട്ടു. പിന്നെ രണ്ടാമത് വീണ്ടും ജനിച്ചു വരേണ്ടി വന്നു. അത് 42 വയസ്സ് വരെ അതൊന്നും വെളിച്ചത്ത് വന്നില്ല, മറഞ്ഞു നിന്നു, മായയിൽപ്പെട്ട് ജീവിച്ചു, സാധാരണ ജീവിതം നയിച്ചു. പക്ഷേ ഒരു ഘട്ടത്തിൽ യോഗാരൂഢനാകുന്ന അവസ്ഥയൊക്കെ 6-ാം അധ്യായത്തിൽ പറഞ്ഞത് വീണ്ടും അവന്റെ സ്വഭാവം കൊണ്ട് അതേ മാർഗത്തിൽ പ്രവേശിക്കും എന്നൊക്കെ ഭഗവാൻ പറഞ്ഞത്, അത് ഗീതയെ ശരിക്കും സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം. അത് പൂർവ്വജന്മത്തിൽ പഠിച്ചത് പോലും ഉപയോഗിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ സാധിക്കുന്നത്. അപ്പൊ സാത്വിക ദാനം ചെയ്യണം. സാത്വിക ദാനം ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് തമോ ഗുണാത്മകമായിട്ടും രജോ ഗുണാത്മകമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്തു പഠിക്കണം. ത്യജിക്കാനുള്ള മനസ്സ് ആദ്യം ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള വസ്തു തന്നെ നമുക്ക് എടുത്തു കൊടുക്കാനുള്ള മനോഭാവം ഉണ്ടാകണം. ആദ്യം അതുണ്ടാക്കണം. കാരണം നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കൊടുക്കില്ല, നമ്മൾ എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ളത് കൊടുക്കൂ. എൻ്റെ അമ്മ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. കാരണം അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അമ്മയ്ക്ക് എന്തുകൊണ്ട് കൊടുത്താലും ഇല്ലേ, അമ്മയുടെ കയ്യിലുള്ളത് ചോദിച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അമ്മ നെഞ്ചോട് ചേർത്ത് വെക്കും. അതെടുത്ത് പ്രത്യേകം 16 പൊതി കെട്ടിയിട്ട് അവനവൻ്റെ പെട്ടിയിൽ എടുത്തു വെക്കും. അങ്ങനെയൊക്കെ സ്വഭാവം ഞാൻ പ്രത്യക്ഷത്തിൽ കണ്ടിട്ടുണ്ട്. ഇരിക്കുന്ന സീറ്റ് പോലും, അമ്മ സ്ഥിരമായിട്ട് ഇരിക്കുന്ന കസേര പോലും വേറെ ആർക്കും കൊടുക്കില്ലായിരുന്നു. ഇരുന്നാൽ അവരെ ഏൽപ്പിച്ചിട്ട് ഇരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇരിക്കില്ല, അമ്മ നിൽക്കും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വ്യത്യാസം ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു. ഈ ദാനം ചെയ്യാനുള്ള ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ തനിക്കിഷ്ടമുള്ളതും തൻ്റെ പ്രവർത്തികളും തൻ്റെ സ്വാർത്ഥ താല്പര്യം അനുസരിച്ചുള്ളതൊക്കെ ആർക്കും കൊടുക്കാനോ സ്ഥാനമാനങ്ങളോ നമ്മൾ വസ്തുക്കളോ ഒന്നും കൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. അപ്പൊ ഒരു ഘട്ടത്തിൽ ചില സമയത്ത് തമാശയോടെ ആണെങ്കിലും അമ്മ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് തന്നെ മറ്റേ കൈ കൊണ്ട് എനിക്ക് തരാനുള്ളത് ഒരേ മകനുള്ളൂ, അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് തരാൻ വേണ്ടിയിട്ട് നീട്ടിയാലും അമ്മയ്ക്കുള്ളത് അമ്മ എടുത്തു വെച്ചിട്ടേ തരൂ. അപ്പൊ ഞാൻ പറയും എനിക്ക് ആ കയ്യിലെ വേണ്ട, മറ്റേ കയ്യിലെ വേണമെന്ന് പറയും. അതായത് അമ്മ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നത് എനിക്ക് വേണമെന്ന് ഞാൻ പറയാറുണ്ട്. ഈ ഗീതയുടെ അംശം പണ്ട് അങ്ങനെ തമാശ രൂപത്തിലാണെങ്കിലും പ്രകടമാക്കാൻ എനിക്ക് തോന്നിയിരുന്നത് ഒരുപക്ഷെ ഈ എസൻസ് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമുള്ള വസ്തു അമ്മയ്ക്ക് തരാൻ തയ്യാറില്ല, ഞാൻ വാശി പിടിക്കും, എനിക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട്. അമ്മ ഒരിക്കലും തരില്ല, അമ്മ അത് നെഞ്ചോട് ചേർത്ത് വെക്കും. അത് പിടിച്ചു പറിക്കാൻ നോക്കിക്കഴിഞ്ഞാലോ കരയും. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിൽ നിന്ന് സാത്വിക ദാനം ചെയ്യാനുള്ള മനസ്സുണ്ട്. പക്ഷെ മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളത് എടുത്തു വെച്ചിട്ടേ മറ്റുള്ളവർക്ക് കൊടുക്കൂ.
അത് സാത്വിക ദാനം എന്ന് പറയാൻ പറ്റില്ല, അത് രജോ ഗുണത്തിൽപ്പെടും. അത് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. അപ്പം ഈ തുലാഭാരം എന്ന വഴിപാട് തന്നെ നടന്നതിന്റെ ഒരു ഐതിഹ്യമുണ്ട്. ശ്രീകൃഷ്ണനും നാരദരും സത്യഭാമയുമാണ് ഈ 3 കഥാപാത്രങ്ങൾ, രുക്മിണിയും പങ്കെടുത്ത ഒരു സംഭവം ദ്വാരകയിൽ അരങ്ങേറി. അതിന്റെ പ്രതീകാത്മകമായിട്ടാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ തുലാഭാരം നടക്കുന്നത്. അല്ലാതെ ഒരു ചരിത്രവും തുലാഭാരത്തെ പറ്റിയില്ല. അപ്പൊ ഐതിഹ്യ രൂപത്തിലാണെങ്കിലും ഒരു കഥാരൂപത്തിലാണെങ്കിലും ഇഷ്ടവസ്തു ദാനം ചെയ്യുന്നതിന്റെ ഒരു പ്രതീകാത്മക ഒരു ആചാരമാണ് തുലാഭാരം എന്ന വഴിപാട് ഉണ്ടാകാൻ തന്നെ കാരണം. അത് കഥ ചുരുക്കി പറയാം. പണ്ട് സത്യഭാമയും ഏറ്റവും പതിവ്രതപരമായിട്ട് അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടത്തും വലത്തും നിന്നിരുന്ന ഭഗവാനെ അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് പൂജിച്ചിരുന്നത്. അതിൽ പ്രധാനിയായിരുന്നു 8 ഭാര്യമാരായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് അഷ്ടദീപാലകരെ പോലെ കൂടെ കൊണ്ടു നടന്നിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇടത്തും വലത്തും നിന്നിരുന്നത് സത്യഭാമയും രുക്മിണിയായിരുന്നു. ഇതിൽ സത്യഭാമ പ്രകടന ഭക്തിയുടെ പ്രതീകാത്മക സ്വഭാവമായിരുന്നു. പ്രത്യക്ഷ ഭക്തിയുടെ പ്രകടന സ്വഭാവമാണ് കാണിച്ചിരുന്നത്. രജോഗുണ ഭക്തിയുടെ പ്രഭാവമാണ് സത്യഭാമ കാണിച്ചിരുന്നത്. എന്നാൽ സാത്വിക ഭക്തിയുടെ പ്രതീകാത്മക ഭാവമായിരുന്നു രുക്മിണി. അതായത് വ്യക്തോപാസനയും അവ്യക്തോപാസനയും തമ്മിലുള്ള വ്യത്യാസത്തെ ഇവിടെ തന്നെ ഭഗവാൻ 2 ഭാര്യമാരിലൂടെ പ്രകടമാക്കി. അതായത് ഭഗവാന് വേണ്ടിയിട്ടല്ലേ, ഭർത്താവിന്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയും പൂജയും ഒക്കെ ചെയ്തിരുന്നു, 2 പേരും ചെയ്തിരുന്നു. പക്ഷെ രുക്മിണി ചെയ്തിരുന്നത് ഭഗവാൻ പോലും അറിയാത്ത വിധത്തിൽ തൻ്റെ ഫലേച്ഛയില്ലാതെ അർപ്പണഭാവത്തോടുകൂടി ഭഗവാന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും പൂജാതി കർമ്മങ്ങളും അർച്ചനാദികളും ജപതപാദികളും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ രുക്മിണി അത് പ്രകടന ഭക്തിയായിട്ടല്ല കാണിച്ചിരുന്നത്. പക്ഷേ സത്യഭാമ എന്ത് ചെയ്താലും ഞാൻ ഭഗവാന് വേണ്ടിയിട്ട് ഇന്നതൊക്കെ ചെയ്തു എന്ന് ഭഗവാനെയും കാണിച്ച് കൂടെയുള്ളവരെയും കാണിച്ച് പബ്ലിക്കിനെ കാണിച്ച്, അതായത് പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയുടെയും പ്രതീകാത്മക ഭാവമായിരുന്നു സത്യഭാമയ്ക്കുണ്ടായിരുന്നത്. അപ്പം ഈ ചെയ്യുന്നതിലൊക്കെ അഹങ്കാരവും ഇല്ല തൻ്റെ കേമത്വം കാണിക്കലും, അതായത് രജോഗുണാത്മകമായ ഭക്തിയുടെ പ്രകടഭാവം കാണിച്ചിരുന്നു എന്നർത്ഥം. എല്ലാ മാസവും ഭഗവാന് വേണ്ടിയിട്ട് പൂജയും ആചാരാനുഷ്ഠാനങ്ങൾ ശാസ്ത്രവിധി പ്രകാരം ഒക്കെ ചെയ്യും. ഏതെങ്കിലും കേമന്മാരായിട്ടുള്ള ആചാര്യന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരെ കൊണ്ട് പൂജ ചെയ്യിക്കുക. അതിന് ഭഗവാന്റെ അടുത്ത് വേണ്ട സംഭാരങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് പോയി പറയുക. ഭഗവാനിൽ നിന്ന് തന്നെ തേടിയിട്ട് അതൊക്കെ ഈ പറയത്തിൽ തൻ്റെ അഹങ്കാരവും തൻ്റെ സ്വഭാവം പ്രകടമാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു സത്യഭാമ ഫോളോ ചെയ്തിരുന്നത്. അപ്പൊ എല്ലാ മാസവും ഓരോ പൂജ നടത്തിയിരുന്നത് നൈമിത്യ കർമ്മങ്ങളുടെ ഭാഗമായിട്ട് പിറന്നാളിനോ ഇല്ലെ വിശേഷ ദിവസങ്ങളിലോ ഒക്കെ ഏതെങ്കിലും ആചാര്യന്മാരെ വിളിച്ചിട്ട് സത്യഭാമ പറയുന്ന ആളെ വിളിച്ചു വരുത്തിയിട്ട് പൂജയൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു. അതിനുള്ള സഹായമൊക്കെ ഭഗവാൻ കണ്ണുടച്ച് ചെയ്തും കൊടുക്കാറുണ്ട്. അത് ഭർത്താവിന്റെ ഒരു ധർമ്മമാണല്ലോ. യഥാ ഇച്ഛ തഥാ ഗുരു എന്ന ഭാവത്തിൽ ഭഗവാൻ ചെയ്തു കൊടുത്തിരുന്നു. ഭഗവാൻ ഒരിക്കലും ആരെയും നിഷേധിക്കില്ല. ഭാര്യയായാലും ബന്ധുക്കളായാലും എന്ത് ആത്മാർത്ഥമായിട്ട് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു സ്വഭാവം ഭഗവാനുണ്ട്. അപ്പൊ ഒരിക്കൽ ഈ തരത്തിലൊക്കെ പൂജകളൊക്കെ നടന്നു വന്നിരുന്നു. അപ്പോൾ ഒരിക്കൽ സത്യഭാമ ഭഗവാനോട് പറഞ്ഞു, എനിക്ക് ഈ പ്രാവശ്യത്തെ പൂജയ്ക്ക് നാരദരെ വേണം ആചാര്യസ്ഥാനത്തെന്ന് പറയും. ഓ ആയിക്കോട്ടെ, ഭഗവാൻ മനസ്സിൽ വിചാരിച്ചു. നാരദർ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് നാരദർ വളരെ ഭംഗിയായിട്ട് സത്യഭാമ ഇച്ഛിക്കുന്ന രീതിയിൽ ആ പൂജയൊക്കെ പൂർത്തീകരിച്ചു. അപ്പൊ പൂജ കഴിഞ്ഞപ്പോൾ ആ ശാസ്ത്രവിധി പ്രകാരം തന്നെ ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ട് സത്യഭാമ എന്തൊക്കെ എടുത്തുകൊണ്ട് വന്നു. അത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നാരദർ പറഞ്ഞു, എനിക്ക് ഈ ദക്ഷിണയൊന്നും വേണ്ട, ഞാൻ ഇത് ഭഗവാൻ പറഞ്ഞുകൊണ്ട് വന്ന് ചെയ്തതാ. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്ക്, ആശ്രമത്തിൽ താമസിക്കുന്ന വർണ്ണാശ്രമം കെട്ടി താമസിക്കുന്ന ആൾക്ക് ഈ സമ്പത്തോ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട, എനിക്ക് ഭഗവാന്റെ പ്രീതി തന്നെ ധാരാളം മതി എന്ന് പറഞ്ഞ് ദക്ഷിണ നിഷേധിച്ചു. സത്യഭാമ എന്ത് ചെയ്യാൻ സംഭവിച്ചു? ഞാൻ വിളിച്ച് പൂജ കഴിപ്പിച്ചത്, അതുകൊണ്ട് ദക്ഷിണ വാങ്ങിയേ പറ്റൂ. അങ്ങനെയുണ്ടല്ലോ, ചിലർക്ക് രജോഗുണം കൂടി കഴിഞ്ഞാൽ ഞാൻ തന്നത് മേടിക്കണം. അങ്ങനെയൊക്കെ എനിക്ക് അനുഭവമുണ്ട്. ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞ് വാങ്ങാതിരിക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ക്ഷേത്രത്തിന് ശാപമാകും, ഇല്ലെങ്കിൽ വ്യക്തികൾക്ക് ദുഃഖത്തിന് കാരണമാകും. ഇങ്ങനെയുള്ള ചില അതിൻ്റെ പരിണിത ഫലങ്ങളെ പറ്റി സ്വയം വിശദീകരിക്കലൊക്കെ ഉണ്ട്. അത് ന്യായീകരണങ്ങളാണ്. എന്തായാലും സത്യഭാമയും നാരദനും തമ്മിൽ കുറേ സമയം വാഗ്വാദം നടന്നു. അവസാനം ഭഗവാൻ പറഞ്ഞു, എന്തായാലും തരുന്നതല്ലേ, മേടിച്ചോളൂ. അപ്പൊ നാരദർ പറഞ്ഞു, ഭഗവാന്റെ മനസ്സും കൂടെ ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങാം. പക്ഷെ ഒരു കാര്യമുണ്ട്, സത്യഭാമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണോ അതെനിക്ക് ദക്ഷിണയായിട്ട് തരണം എന്ന് പറഞ്ഞു. ഇഷ്ടവസ്തു ദാനം ചെയ്യണം. ഏറ്റവും ആർക്ക് വേണ്ടിയിട്ടാണോ അവിടെ സത്യഭാമ കുടുങ്ങി. അപ്പൊ നാരദർ പറഞ്ഞു, ദക്ഷിണ വേണ്ടാന്ന് പറഞ്ഞതാണ്.
ഞാനും കൂടെ പറഞ്ഞിട്ട് ഏതായാലും വാങ്ങാൻ തയ്യാറായി. പക്ഷേ അത് വാങ്ങുന്നത്, കൊടുക്കുന്നത് നിനക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണം. ഏറ്റവും പ്രിയമുള്ളത് എന്താണോ അത് നാരദർക്ക് ദാനമായി കൊടുക്കണം. അത് ത്യജിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടാകണം എന്ന് പറഞ്ഞു. അവിടെ സത്യഭാമ കുടുങ്ങി. എന്താ കാരണം? ഈ പൂജയും ഈ പറയുന്ന ശ്രേയസ്സിന് വേണ്ടിയിട്ടുള്ള ഈ ഭക്തിയും പ്രകടനവും ഇല്ലെങ്കിൽ ഒക്കെ കാണിച്ചത് ഏറ്റവും ഇഷ്ടമുള്ളത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവസാനം ശ്രീകൃഷ്ണനെ ആണ് ഏറ്റവും ഇഷ്ടം. മറ്റു വസ്തുക്കളെക്കാളും ഒക്കെ പ്രിയം ഭർത്താവിനെ തന്നെയാണ് എന്നത് സത്യഭാമയ്ക്കും അറിയാം, ഭഗവാനും അറിയാം, നാരദർക്കും അറിയാം. ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ത്യാഗമനസ്സോടെ ഈ പൂജയും ദാനവും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത്, ആ ഇഷ്ടവസ്തുവിന് ആണല്ലോ ഏറ്റവും ഇഷ്ടം. അപ്പൊ അതെന്ത് തന്നെ ആയാലും അത് കൊടുക്കണമെന്ന് ഭഗവാനും പറഞ്ഞു. അതൊരു സംശയമില്ല. ദക്ഷിണ വേണ്ടാന്ന് പറഞ്ഞതാണ്. ഇനി കൊടുക്കാൻ തയ്യാറായില്ലേ, വാങ്ങാൻ തയ്യാറായെങ്കിൽ നാരദർ ചോദിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടല്ലോ ദക്ഷിണ. ചിലർ ചാർത്ത് കൊടുക്കുമ്പോൾ തന്നെ ദക്ഷിണ ഇത്ര എന്ന് വരെ പറയും. ഇല്ലെങ്കിൽ പരികർമ്മിക്ക് ഇത്ര എന്ന് പറയുമ്പോൾ തന്നെ തന്ത്രിക്ക് എത്ര കൊടുക്കണ്ടേ നമുക്ക് ഊഹിക്കാവല്ലോ. ഇങ്ങനെയൊക്കെ ലിസ്റ്റ് കൊടുക്കുന്നവരൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ സത്യഭാമ കുടുങ്ങി. അവസാനം ഭഗവാൻ പറഞ്ഞു ചോദിച്ചത് കൊടുത്തോളൂ. അവസാനം നിവൃത്തിയില്ലാതെ ശ്രീകൃഷ്ണനെ തന്നെ നാരദർക്ക് ദാനമായിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ഘട്ടം വരും. നമ്മുടെ ദക്ഷിണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വാങ്ങുന്ന ആൾക്ക്, ആചാര്യർക്ക് എന്ത് വേണേലും ചെയ്യാം. കൊണ്ടുപോകാതിരിക്കുക, എന്ത് വേണേലും മറ്റാർക്കെങ്കിലും കൊടുക്കുക, എന്ത് വേണേലും ചെയ്യാം. അത് ആചാര്യരുടെ അധികാര പരിധിയില്ല. നാരദർ എന്ത് ചെയ്തു? നാരദർ പോയപ്പോൾ ശ്രീകൃഷ്ണനെ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ടോ നാരദർ ഈ വാർത്ത പരത്താനും ആദിത്യ മാധ്യമ പ്രവർത്തനമല്ലേ. അപ്പൊ ആശ്രമത്തിൽ കൊണ്ടുപോയി ശ്രീകൃഷ്ണൻ സന്തോഷമായിട്ട് പോവുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ അവിടെ പോകാനും എന്തിനു പോകാനും ആര് വിളിച്ചാലും പോകാനും, അത് ഏത് തരത്തിലായാലും ഏത് വേഷത്തിൽ വിളിച്ചാലും പോകും ഇല്ലേ. അർജുനന്റെ കുതിരക്കാരനായിട്ട് പോയതല്ലേ, പിന്നെന്താ പ്രശ്നം? അപ്പം നാരദരുടെ ഒപ്പം പോയി. അവിടെ ചെന്നിട്ട് നാരദരെ അതും ഇതും പടിയെടുപ്പിക്കും. എന്നിട്ട് ശ്രീകൃഷ്ണൻ പറയും, ഇവര് നാരദരും ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ്മെന്റ്. മനസ്സ് രണ്ടുപേർക്കും അറിയാലോ. ഒരു ഭക്തനെ മനസ്സിലാക്കാൻ ഭഗവാനും അറിയാം, ഭഗവാനെ മനസ്സിലാക്കാൻ ഭക്തനും അറിയാം. അപ്പം ശ്രീകൃഷ്ണൻ എവിടെയും നമ്മൾ ഏത് ജോലിയും ഏത് സമയത്തും കുശലതയോടുകൂടി ചെയ്യണം എന്ന് കാണിച്ചു തരുന്ന ഒരു തത്വം കൂടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും വലിയ ധാരകാധിപനായിരിക്കുന്ന, സർവേശ്വരനായിരിക്കുന്ന, പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ നാരദരുടെ ദാസനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നാരദർക്ക് വേണ്ട ഭക്ഷണം പാചകം ചെയ്യുക, അവിടെ പരിസരവും ഇല്ലെങ്കിൽ നാരദന്റെ വസ്ത്രങ്ങളും ഒക്കെ ശുദ്ധിയാക്കാനും വൃത്തിയാക്കാനും എന്ന് വേണ്ട എല്ലാ പണികളും എടുക്കാൻ ഒരു വിഷവും ഇല്ലാതെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിന്റെ വാർത്ത, ഈ വിവരങ്ങൾ, ദിവസവും നടക്കുന്ന കാര്യങ്ങളൊക്കെ ദ്വാരകയിൽ കൊട്ടാരത്തിൽ വന്ന് ഈ ഭാര്യാസങ്കേതത്തിലൊക്കെ എല്ലാ സജ്ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നാരദർ വിളമ്പുകയും ചെയ്യും. അവസാനം ഇത് കേട്ട് 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 ആർക്ക് വേണ്ടിയിട്ടാണോ ഈ പ്രാർത്ഥനയും ഇല്ലെങ്കിൽ ഈ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്തത് സത്യഭാമ ആകെ കുടുങ്ങിപ്പോയി. ഇതൊക്കെ കേൾക്കുമ്പോൾ മനോവിഷമം കൂടിയിട്ട് കരച്ചിൽ തുടങ്ങുന്ന അവസ്ഥയായി. ഇത് ദിവസവും എങ്ങനെ വന്നിട്ട് നാരദർ പറയും, ഞാൻ ഇന്ന് ശ്രീകൃഷ്ണനെ കൊണ്ട് അത് ചെയ്യിച്ചു, ഇത് ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാർത്ത ഇങ്ങനെ വന്ന് പറഞ്ഞു. അവസാനം നിവൃത്തിയില്ലാതെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി നാരദരുടെ കാക്കൽ വീണിട്ട് മാപ്പപേക്ഷിച്ചുകൊണ്ട് സത്യഭാമ പറഞ്ഞു, ഞാൻ തന്നത് ശ്രീകൃഷ്ണൻ എനിക്ക് തിരിച്ചു വേണം. ഇതെന്തൊരു വികൃതിയാണ്. ഞാൻ ദക്ഷിണ വേണ്ടാന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് ഇഷ്ടവസ്തു ദാനം ചെയ്യണം എന്ന് പറഞ്ഞു. അത് തന്നെ ഇഷ്ടത്തോടു കൂടിയല്ലേ തന്നത്. അതിനിപ്പോ കരച്ച അത് പിന്നെ ദുഃഖമായി ഭവിച്ചെങ്കിൽ പിന്നെ ഈ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തതിന്റെ ഫലം എന്താണ്? ഇതാണ് ദുഃഖഹേതുക്കളായിട്ട് മാറെന്ന് പറഞ്ഞ രജോഗുണാത്മകമായ ഭക്തി കൊണ്ട് തൽക്കാല ശാന്തി ലഭിക്കുന്ന പ്രത്യക്ഷ ഭക്തിയുടെ, പ്രകടന ഭക്തിയുടെ പരിണത ഫലത്തെ കൂടെ ഇവിടെ പ്രകടമാക്കുകയാണ്. അതൊക്കെ രോഗശാന്തിക്ക് ഇല്ലെങ്കിൽ ദുഃഖഹേതുക്കളായിട്ട് മാറുന്ന ആ പ്രത്യക്ഷ ഭക്തി, പ്രകടന ഭക്തിയുടെ പരിണത ഫലമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. പിന്നെ ദാനകർമ്മത്തിന്റെ ശ്രേഷ്ഠത. അവസാനം ഈ സമയത്തും അവർ തമ്മിൽ അങ്ങോട്ടും ന്യായാന്യായങ്ങൾ. നാരദരുടെ ന്യായം പറഞ്ഞു, സത്യമേ വേണ്ട നാരദ. അവിടെയൊക്കെ അവസാനം തീരുമാനമാക്കപ്പെട്ടു. നാരദർ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ വിട്ടുവീഴ്ച ചെയ്യാം, ഭഗവാന്റെ കാര്യമായുള്ള, അതുകൊണ്ട് ഞാൻ വിട്ടുവീഴ്ച ചെയ്യാം. പക്ഷേ ശ്രീകൃഷ്ണൻ ഞാൻ കൊണ്ടുവന്ന് തിരിച്ചു തരാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ഈ ദ്വാരകാവാസികളെ മുഴുവൻ വിളിച്ചു വരുത്തി സദസ്സിൽ വെച്ച് ഒരു ത്ലാസ് കൊണ്ടുവന്ന് തൂക്കി അതിലൊരു തട്ടിൽ ഭഗവാനെ ഇരുത്തി അതിൽ എന്തൊക്കെ ഭഗവാന്റെ തത്തുല്യമായ ഭാരത്തിന് തുല്യമായിട്ടുള്ള സമ്പത്തോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറുതട്ടിൽ വെച്ചിട്ട് തത്തുല്യമാക്കിയിട്ട്
എനിക്ക് ദക്ഷിണമായിട്ട് നൽകണം എന്ന് പറയും. പകരം ഇന്നതൊക്കെ നൽകണം. അതെന്ത് തന്നെയായാലും ഭഗവാന്റെ ഭാരം എത്രമാത്രം ഉണ്ടോ അതനുസരിച്ചുകൊണ്ട് അങ്ങനെയാണ്. അത് ചെയ്യാം, അത് പ്രശ്നമൊന്നുമില്ല. സത്യഭാമ അപ്പോഴേയും തന്റെ കേമത്തം കാണിക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു. ഇനി അതിനുള്ള അറേഞ്ച് അത് ചെയ്യാൻ പ്രയാസമൊന്നുമില്ല, ഇവിടെ ഉള്ളത് മുഴുവൻ തന്നേക്കാം, എന്നാലും വേണ്ടില്ല, എനിക്ക് ഭഗവാനെ തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള ഭാവത്തില് ഇത് സമ്മതിച്ചു. പിന്നെ ദിവസം നിശ്ചയിച്ചു. ഭഗവാനെ കൊണ്ട് നാരദർ വന്നു. ദ്വാരകയുടെ സ്വദേശവാസികളെ എല്ലാവരും വിളിച്ചു വരുത്തി സദസ്സിൽ വെച്ചിട്ട് ഒരു തുലാഭാരത്തിന് അല്ലെങ്കിൽ തുലാസ് തൂക്കി ഒരു തട്ടിൽ ഭഗവാനെ ഇരുത്തി, മറുതട്ടില് സത്യഭാമയുടെ അധികാര പരിധിയിൽ ഉണ്ടായിരുന്ന സകല സമ്പത്തും സ്വർണവും തങ്കവും എന്ത് വേണ്ട എന്തെല്ലാം കൊണ്ടൊന്ന് നിറച്ചിട്ടും ഭഗവാന്റെ തട്ടുയർന്ന പ്രശ്നമില്ല. അവസാനം പ്രശ്നത്തിലായി, കരച്ചിലും പിഴിച്ചിലുമായി. അവസാനം ഭഗവാൻ പറഞ്ഞു, ഇനി രുക്മിണിയുടെ അടുത്തോ ഇല്ലേ മറ്റുള്ള ഭാര്യമാരുടെ അടുത്തോ കൊട്ടാരത്തിൽ എവിടെയെങ്കിലും ഉണ്ടേ കടം അടിച്ചിട്ടാണെങ്കിലും കൊണ്ടുവച്ചോളൂ, പിന്നെ നമുക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രുക്മിണിയുടെ അടുത്തുനിന്നും മറ്റു ഭാര്യമാരുടെ അടുത്തുനിന്നും എല്ലാവരുടെ അടുത്തുനിന്നും എരന്ന് മേടിച്ചുകൊണ്ട് വന്നോ ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടും ഭഗവാന്റെ തട്ടു ഉയരുന്ന പ്രശ്നമില്ല. അപ്പോഴും ഭഗവാൻ ഇരുന്ന് തിരിക്കുക. ഇത് തന്നെ സത്യഭാമയുടെ അഹങ്കാരം തീർത്തു കൊടുക്കാൻ അവസരം എന്ന വിചാരത്തിലാണ് ഭഗവാൻ ഇരിക്കണം. അവസാനം കരച്ചിലും പിഴിച്ചുമായി ഭഗവാന്റെ അടുത്ത് തന്നെ തൊഴുകയോട് നിഞ്ഞി എന്താ ചെയ്യാ, ഇനിയിപ്പോ ഒരൊറ്റ മാർഗമുള്ളൂ, രുക്മിണിയുടെ അടുത്ത് ചെന്നിട്ട് സങ്കടം പറയാൻ പറഞ്ഞു. രുക്മിണിയുടെ അധികാര പരിധിയിലേക്ക് ഈ ഒരു കർമ്മം ഏൽപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് നീ സറണ്ടർ ചെയ്യണം രുക്മിണിയുടെ അടുത്ത് ചെന്നിട്ട്. അങ്ങനെ സത്യഭാമ രുക്മിണിയെ അഭയം പ്രാപിച്ചു. രുക്മിണി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്കണത്തിൽ നിന്ന് തുളസിത്തറയിൽ നിന്ന് ഒരു തുളസി കതിരെടുത്ത് ഭക്തി പുരസരം ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ഈ സമ്പത്തും ഇല്ലെങ്കിൽ പറയുന്ന സത്യഭാമയുടെ അധികാര പരിധിയിൽ ഉണ്ടായിരുന്നത് മുഴുവൻ വച്ചതും അതിന്റെ കൂട്ടത്തിൽ ഈ തുളസി കതിര് ഭക്തി പുരസരം സമർപ്പിച്ചു, ഭഗവാന്റെ തട്ടുയർത്തി. ഇവിടെ പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയുടെയും ദാനകർമ്മത്തിന്റെയും ശ്രേഷ്ഠമായ തത്വത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തി തന്നത്. അന്നു മുതലാണ് ഈ തുലാഭാരം എന്ന് പറയുന്ന വഴിപാട് ആരംഭിച്ചത്. അത് ഏത് ക്ഷേത്രങ്ങളിലായിക്കോട്ടെ, പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയും തമ്മിലുള്ള അന്തരത്തെയും ദാനകർമ്മത്തിന്റെ ശ്രേഷ്ഠതയെയും വെളിപ്പെടുത്തുന്ന ഒരു തത്വബോധത്തെ ഉണ്ടാക്കുന്നതിനാണ് ഇങ്ങനെ ഒരു ആചാരം തുടർന്നു വരുന്നത്. പക്ഷേ ഇന്ന് പല ക്ഷേത്രങ്ങളും ചീട്ടാക്കുന്നവർക്കോ ഇല്ലെങ്കിൽ അത് നടത്തിപ്പുകാർക്കോ അത് ചെയ്യുന്നവർക്കോ അതിൽ കാണുന്നവർക്കോ കേൾക്കുന്നവർക്കോ ഈ തത്വബോധത്തെ ഇല്ലെങ്കിൽ യഥാർത്ഥ അറിവ് ഉണ്ടാകുന്ന വിധത്തിൽ ഒരു സംവിധാനവും ഇല്ലാത്തതാണ്. ഇതൊക്കെ അനുകരണ ഭാവത്തിൽ ആചരിക്കുന്ന വഴിപാടുകളായിട്ട് മാറി എന്നർത്ഥം. അപ്പൊ ഇഷ്ടവസ്തു ദാനം ചെയ്തതിന്റെ പരിണിത ഫലം ഇല്ലെങ്കിൽ ദാനം ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിന്റെ ശ്രേഷ്ഠത എന്താണ് എന്നൊക്കെ ഇവിടെ ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് എന്നർത്ഥം. അപ്പം ദാനം ചെയ്യേണ്ടത് എന്താ? സാത്വിക ദാനം ചെയ്യണം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാതവ്യം ഇതി യദ്ദാനം തീയതേ അനുപകാരിണേ ദേശേ കാലേജ പാത്രേച്ച തദ്ദാനം സാത്വിക സ്മൃതം. ദാനം ചെയ്യേണ്ടത് തൻ്റെ കർത്തവ്യമാണെന്ന് ഉറപ്പിച്ചുകൊണ്ടും ദേശം കാലം ദാനം സ്വീകരിക്കുന്ന ആളിന്റെ പാത്രത അഥവാ അർഹത എന്നിവ ചിന്തിച്ചും പ്രത്യുപകാരി അല്ലാത്തവന്, അതായത് നമുക്ക് പ്രത്യക്ഷമായിട്ട് ഭാവിയിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഏതെങ്കിലും പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും ദാനം ചെയ്യരുത് എന്നർത്ഥം. അങ്ങനെ യാതൊരു ദാനം നൽകപ്പെടുന്നുവോ ആ ദാനം സാത്വിക ദാനം എന്ന് പറയുന്നു. അപ്പം നമ്മൾ കൊടുക്കുന്നത് ത്യാഗമനസ്ഥിതിയോടെ, താൻ ഒഴിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്ഥിതിയോടെ, ഞാനിത് ചെയ്യണം താല്പര്യത്തോടു കൂടി തന്നെ കൊടുക്കണം, ഇത് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കൊടുക്കരുത് എന്നർത്ഥം. അത് ദേശവും കാലവും വാങ്ങുന്ന ആളുടെ അർഹത ഇതൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് അനുപകാരിണേ എന്ന് പറഞ്ഞാൽ പ്രയോഗം കൊണ്ട് പ്രത്യുപകാരം അല്ലാത്തവന് വേണം ദാനം ചെയ്യാൻ എന്ന് മാത്രമല്ല, യാതൊരു പ്രത്യുപകാരവും പ്രതീക്ഷിക്കാതെ ദാനം ചെയ്യണം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനം. നമ്മളിപ്പോ കല്യാണത്തിനൊക്കെ ചിലപ്പം ഈ പൈസയൊക്കെ ദാനം കൊടുക്കുമ്പോൾ പല സ്ഥലത്തും അത് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കലൊക്കെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പാലക്കോട്ട് വടക്കോട്ടൊക്കെ പ്രത്യേകിച്ചുകൊണ്ട് നമ്മൾ പൈസയായിട്ടാണ് കവറിലിട്ടൊക്കെ കൊടുക്കുമ്പം ആരെന്ത് തന്നു എന്നുള്ളത് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും. എന്തിനാ? അതിന്റെ ഉദ്ദേശം പിന്നെ അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ അതുപോലുള്ള വിശേഷങ്ങൾ ഉണ്ടായാൽ
നമ്മൾക്ക് കിട്ടിയതിന്റെ ഇരട്ടി കൊടുക്കണം എന്നാ, കുറയാത്തതെങ്കിലും കൊടുക്കണം എന്നാ. അതിനാണ് ഈ നോട്ട് ചെയ്ത് വെക്കണേ. അപ്പൊ അത് പ്രത്യുപകാര രജോ ഗുണാത്മകമായ ദാനമാണെന്നർത്ഥം. അപ്പൊ ഇവിടെ സാത്വിക ദാനം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യണം. അതിന്റെ അർഹത നോക്കി കരയുന്ന കുട്ടിക്ക് പാല് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ കരയുന്ന അമ്മ കൊണ്ട് കൊടുത്താലും ചിലപ്പോൾ തട്ടിക്കളയുന്ന. അതുകൊണ്ട് അർഹത നോക്കണം എന്ന് പറയുന്നത്. വിശത്തില്ലാത്തവന് അന്നം കൊടുത്താൽ എന്താ പ്രയോജനം? അത് തട്ടിക്കളയുന്ന അവസ്ഥ ഉണ്ടാവുന്ന അർത്ഥം. അതുകൊണ്ടാണ് ദേശവും കാലവും സമയമൊക്കെ നോക്കിയിട്ട് വേണം. ഇപ്പൊ പലരും സുഖമില്ലാതെ കിടക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് പശുദാനം ചെയ്യണം എന്നൊക്കെ പറയും. പശുദാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പശുദാനം ബ്രാഹ്മണർക്ക് ചെയ്യണമെങ്കിൽ ആ ബ്രാഹ്മണൻ സഹസ്രാവർത്തി ഗായത്രി ജപിക്കുന്ന ആളായിരിക്കണം. അതാണ് അർഹത നോക്കുക എന്ന് പറയുന്നത്. അല്ലാതെ കൊടുത്താൽ വാങ്ങുന്ന ആൾക്കും കൊടുക്കുന്ന ആൾക്കും ദോഷം ചെയ്യും. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ശാസ്ത്രവിധി പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കും. അത് വാങ്ങുന്ന ആളാണ് ശ്രദ്ധിക്കേണ്ടത്, അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനുള്ള പക്വത നേടിയിരിക്കണം. അപ്പൊ സാധാരണക്കാർക്ക് ഇതൊന്നും ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചിരിക്കാം. ആ സാത്വിക ദാനം ചെയ്യുന്നത് പിന്നെ നമുക്ക് പല സ്ഥലത്തും, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും എവിടെയെങ്കിലും ചെയ്താൽ കുറെ കാലത്തിന് ശേഷം മറ്റ് ദേശങ്ങളിൽ പോയി വസിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ, നമ്മൾ വീടുകളിൽ പോകുമ്പോൾ ബന്ധുക്കളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുപോകും. ചിലപ്പോൾ അവിടുന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിരിക്കും. പക്ഷെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് സ്വീകരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അർഹതയോ ഇല്ലെങ്കിൽ, അർഹത എന്ന് പറയുന്നത് എന്താ, എന്ത് കൊടുത്താലും സന്തോഷമാകുന്നതാണ് ഏറ്റവും വലിയ അർഹത. ചിലർക്ക് ചിലത് കൊണ്ട് കൊടുത്താൽ ഇഷ്ടപ്പെടില്ല. നമ്മൾ ബന്ധുക്കൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. ബന്ധുക്കൾക്ക് തന്നെ, അടുത്ത ബന്ധുക്കൾക്ക് തന്നെ ചിലപ്പോൾ മക്കൾക്ക് തന്നെ കൊണ്ട് കൊടുത്താൽ അതിന്റെ കളർ പിടിച്ചില്ല, ഇല്ലെങ്കിൽ മോഡൽ ശരിയല്ല, ഇങ്ങനെയൊക്കെ പറയുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ഇഷ്ടവസ്തു ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണോ വേണ്ടത് എന്ന് അന്വേഷിച്ചിട്ട് അവരുടെ താല്പര്യം അനുസരിച്ചുള്ളത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അവർക്ക് അത് സന്തോഷമാകും. ഇല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി വാങ്ങി കൊടുത്താൽ ചിലപ്പോൾ അതിൽ പരാതിയും കുറ്റമൊക്കെ കേൾക്കേണ്ടി വരും എന്നർത്ഥം. അതുകൊണ്ട് ദാനം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഇഷ്ടവസ്തു ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക എന്നുള്ളത്, അവർക്കും കൂടെ അത് ഇഷ്ടമാണോ എന്ന് അറിയണ്ടേ. രണ്ടുപേരുടെ തൻ്റെ ഇഷ്ടത്തെ ത്യജിക്കാനുള്ള തയ്യാറാക്കണം. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് തൻ്റെ ഇഷ്ടങ്ങളെ ത്യജിക്കണം. അതാണ് ശ്രേഷ്ഠമായ ദാനം. തനിക്ക് താൻ ഒഴിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ആരായാലും ആർക്കായാലും വേണ്ടില്ല, അവരുടെ ഇഷ്ടത്തെ കൂടെ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അതിൽ നിന്ന് പരാതിയും കുറ്റവും കേൾക്കേണ്ടി വരും. ഇനി പ്രത്യുപകാരാർത്ഥം ഫലോദ്ദേശവാ പുന തീയതേജ പരികൃഷ്ടം തദ്ദാനം രാജസംസ്ഥിതം. മനുഷ്യ ചെയ്യുന്ന രജോ ഗുണാത്മകമായ ദാനമാണ്. അതായത് പ്രത്യുപകാരത്തിനായിട്ടും പ്രത്യുപകാരം ലഭിക്കുമെന്ന് വിചാരിച്ചോ ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചോ സ്വർഗാദി പ്രാപ്തി പുണ്യഫലങ്ങളെ ഉദ്ദേശിച്ചോ ഒക്കെ ക്ലേശിച്ചും വളരെ വിഷമിച്ചും ഒക്കെ ദാനം ചെയ്യുകയാണെങ്കിൽ അത് രജോ ഗുണാത്മകമായിരിക്കും. ചിലരിത് ദാനം ചെയ്താൽ തന്നെ തൻ്റെ കേമത്തെ, ഞാൻ ഇന്നത് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു, അന്നദാനം ചെയ്തു, ഞാൻ ആ കേമത്തെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ദാനങ്ങളൊക്കെ ഇത്തരത്തിൽ പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യുപകാരത്തിലോ പുണ്യഫലങ്ങളിലോ ഉള്ള ആശ ലാഭേച്ഛ തന്നെയാണ്, അഥവാ ഫലേച്ഛയാണ്. ആ ലാഭേച്ഛയോടുകൂടി തന്നെ ചെയ്യുന്ന ദാനം സാത്വികമല്ലാതെ രാജസമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതൊന്നും മനസ്സിലാക്കാതെ അദേശകാലയദാനം ആ പാത്രേപ്പിച്ച തീയതെ അസത്കൃതം അജ്ഞാതം തത്താമസ ഉദാഹരണം. ഉചിതമല്ലാത്ത ദേശത്തും ആവശ്യമില്ലാത്ത കാലത്തും ആവശ്യമില്ലാത്ത സമയത്തും അർഹതയില്ലാത്തവർക്കും ബഹുമാനമില്ലാതെയും നിന്നയോടുകൂടിയും ഇത് കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടോ ഒക്കെ കൊടുക്കുന്നത് തമോ ഗുണാത്മകമാണ് ദാനം എന്നർത്ഥം. അവരും ദാനം ചെയ്യുന്നുണ്ട്, പക്ഷേ അത് വേണ്ട സമയത്ത് വേണ്ടവർക്കായിരിക്കുകയല്ല കൊടുക്കുന്നത്. വേണ്ടതുപോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക. ദാനം കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു, പക്ഷേ നമസ്കരിക്കാനും അത് മനസ്സോടുകൂടി ആയിരിക്കുകയല്ല ചിലപ്പോൾ ചെയ്യുന്നത്. ഇങ്ങനെ അന്നദാനം നടക്കുമ്പോൾ നമ്മൾ ഭക്ഷണം വരെ ഉണ്ടാക്കി വിളമ്പി കൊടുക്കുമ്പം അത് മനസ്സോടെ അല്ല കൊടുക്കുന്നതെങ്കിൽ വിളമ്പുമ്പോൾ തന്നെ കണ്ടാൽ അത് നമുക്കറിയാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ 3 തരത്തിലുള്ള ദാനകർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. കൃത്യമായിട്ട് അത് ചെയ്യണം എന്ന് ഗൃഹസ്ഥാശ്രമത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് മനുഷ്യജന്മം കിട്ടിയവരെല്ലാവരും. പക്ഷേ അത് കൊടുക്കുന്ന രീതി സാത്വിക ദാനത്തിലേക്ക് എത്തിയാലാണ് അത് നമുക്ക് ജീവിതകാലത്തിലുള്ള ഈശ്വര സാക്ഷാത്കാരത്തിന്, ഈശ്വരൻ പ്രസാദിക്കണമെങ്കിൽ സാത്വിക ദാനം ചെയ്യണം എന്നർത്ഥം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കൊടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും കൂട്ടി പറയുന്നുണ്ട്. ഓം തസ്സതീതി നിർദ്ദേശോ ബ്രാഹ്മണ സ്ത്രീവിധ സ്മൃതൈ ബ്രാഹ്മണാസ്തേന വേദാംശ യജ്ഞാശ വിഹിത പുര.
ബ്രഹ്മത്തിന് ഓം തസൽ എന്നിങ്ങനെ 3 വിധമായ നാമനിർദ്ദേശമുണ്ട്. ഈ 3 ശബ്ദം കൊണ്ട് ബ്രാഹ്മണരും വേദങ്ങളും യജ്ഞങ്ങളും ആദിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. യജ്ഞദാന തപസ്സുകൾ കൊണ്ട് ഉണ്ടാകാനിടയുള്ള ന്യൂനതകളും പിഴകളും പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഓം തസൽ എന്ന ഈശ്വരനാമം ഉച്ചരിച്ചുകൊണ്ട്, ഓം എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മനാദമാണ്, ബ്രഹ്മശബ്ദമാണ്, പ്രണവമന്ത്രമാണ്. അത് ബ്രഹ്മത്തെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഈശ്വരനായിക്കൊണ്ടാണ് ഞാൻ ഈ ദാനകർമ്മം ചെയ്യുന്നത് എന്ന സങ്കല്പത്തിൽ, അതേ ഈശ്വര സ്മരണയോടുകൂടി ദാനം ചെയ്യണം. സാത്വിക ദാനം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഈ തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഓം തസൽ എന്ന് ഉച്ചരിച്ചുകൊണ്ട് ചെയ്താൽ അത് ബ്രഹ്മമായി ബ്രഹ്മാർപ്പണമായിട്ട് തീരും. അതിൽ നിന്ന് ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്ന വിധത്തിൽ അതിൽ തന്നെ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. ഈ ഒരു വിചാരത്തോടുകൂടി അത് ഈശ്വരാർപ്പണമായിട്ടാണ് ഞാൻ ഈ ദാനം ചെയ്യുന്നത്, ആർക്ക് കൊടുത്താലും വേണ്ടില്ല, അത് കൊടുക്കുന്നത് ഈശ്വരാർപ്പണമായിട്ട് സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകാത്മകമായിട്ട് വാക്കുകൊണ്ട് ചെയ്യേണ്ട ഒരു തപസ്സിന്റെ ഭാഗമാണ് ഓം തസൽ എന്ന് സ്മരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്താൽ ആ ദാനം ശ്രേഷ്ഠമായി ഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ദാനകർമ്മത്തിൽ ഇവിടെ സമർപ്പിക്കാം. ഇത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം നായന മാർഗേണ മഹിംഗീശ ഗോബ്രാഹ്മണേഭ്യോ സത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.